മർക്കസിലുള്ള റസൂലിന്റെ മുടി കുറച്ച് വലുതായി എന്നാണ് പറഞ്ഞത്. എത്രയോ സെന്റിമീറ്റർ. അപ്പൊ 1400 വർഷമായി റസൂൽ മരണപ്പെട്ടിട്ട്. അപ്പൊ എത്ര ആ മുടി എത്ര വലുതായിട്ടുണ്ടായിരിക്കും? ഉസ്താദെ, നിങ്ങളോട് ബഹുമാനമുണ്ട്, പക്ഷെ ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോണില്ലേനും വിശ്വാസികള് ഭയപ്പെടരുത്, ജാഗ്രത പാലിക്കുക. നട്ടാൽ മുളക്കുക. നുണയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഞാൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യണത്. ഇതുപോലുള്ള ഒരു മുടിയോ അതല്ലെങ്കിൽ ഒരു നോമുനീര് കലക്കിയ വെള്ളമോ ഞാൻ കുടിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഒരു സൗദികളോ സ്വദേശികളൊന്നും ഇതിനായിട്ട് പറഞ്ഞിട്ടില്ല. റബീഉൽ അവ്വലാണ് വിശ്വാസികൾ ഏറെ സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാസത്തിൽ തന്നെ ഇതൊരു സീസൺ ട്രെൻഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ട് എനിക്ക് കരുതാൻ പറ്റുള്ളൂ. അൺബിലീവബിൾ. അപ്പൊ റസൂലുള്ളാഹിന്റെ ഷഹറ മുബാറക്കിനെ പറ്റിയിട്ട് കൊടുന്ന കാലം മുതലേ വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് അണികളോട് പറയും, അണികളല്ലാത്തവർ എന്ത് വിഷയം ഉണ്ടല്ലോ അതിനിങ്ങനെ ശക്തമായിട്ട് എതിർക്കും. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ആരോടാ അറിയാം? അതിന്റെ വിശ്വാസമുള്ള ആളുകളോടാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മറ്റുള്ളവർ അങ്ങനെ ഇടപെടുമെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ നമ്മൾ ചരിത്രം നോക്കിയാൽ ഭയങ്കര രസമുള്ള ചരിത്രം. ഇസ്രാ മിറാജ് യാത്ര ഉണ്ടല്ലോ, യാത്രയിൽ റസൂലുള്ള അങ്ങനെ യാത്ര പോയിട്ട് ആ ചരിത്രം എങ്ങനെ പറഞ്ഞപ്പോഴേ സിദ്ദീഖ് ആ ചരിത്രം പറയണേ. സിദ്ദീഖ് ഞാനൊരു ഇത്രയും സമയം കൊണ്ട് അവിടെ എങ്ങനെ പോയി വന്ന് ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ സത്യത്തിൽ റസൂലുള്ളാഹിന്റെ കൽബിൽ എന്താണ് അറിയാം? റസൂലുള്ളാഹിന്റെ കൽബില് ഇത് നമ്മളെ ഒരു കളിയാക്കുന്ന രീതി ഉണ്ട്. അപ്പൊ ഞാനായാലും ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിതന്മാരെ നമ്മളെ കളിയാക്കുന്ന രീതിയിൽ ഇത് വിഷയം വരുന്നതാണല്ലോ സാധാരണ സ്വാഭാവികമായിട്ടുണ്ടാവല്ലേ. സദഖത്ത് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞില്ല എന്നാ പറഞ്ഞത്. സദഖത്ത് യാ റസൂലല്ലാഹ്. അപ്പൊ അത് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞ് ആ വിഷയം കഴിഞ്ഞ് എന്നായിരിക്കും ഞങ്ങൾക്ക് എന്താ പിസ്താനെ പറ്റി പറയാനുള്ള ആ വിഷയം തന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ. വേറെ ഞങ്ങൾക്കൊന്നും പറയാ. ഞങ്ങൾക്ക് അണികൾക്ക് 100% വിശ്വാസമാണ് ഈ പുസ്തകം. കാരണം എന്താ പറയുക, എല്ലാം കൊണ്ട് ഞങ്ങളെ നേതൃത്വം ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട്, എല്ലാ വിഷയം കൊണ്ടും. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കാരണം എന്താ പറയുക, ഈ പുസ്തകം എവിടെയൊക്കെ കിട്ടുന്ന മേഖല ഉണ്ട് അവിടെയൊക്കെ ഞങ്ങൾ പരമാവധി മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊന്നും തൽക്കാലം പോയി പുസ്തകം നേരം ഉണ്ടാവില്ല. പുസ്തകം അടുത്ത പദ്ധതിയായിട്ട് എന്തെങ്കിലുണ്ടാവും, ഇറങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ വാൽമ തൂങ്ങുമ്പോഴത്തേനും എന്ത് ചെയ്യും, അടുത്ത നിങ്ങൾ തലി കിട്ടരും, അത് നിങ്ങൾ വാൽമത്തുമ്പോഴത്തേനും അടുത്തിട്ടരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഉസ്താദിന്റെ ഇന്നലെ പോയിട്ട് ഒരുപാട് ആളുകൾ ഷാറുമാർക്കിന്റെ ഇപ്പോൾ റബീഉൽ അവ്വൽ 1 ഷാറുമാർക്കിന്റെ വെള്ളം കാര്യങ്ങളൊക്കെ വിതരണം ചെയ്ത് അവിടെ എന്താ പറയുക, സാധാരണ രീതിയിൽ മറ്റേ ഇവർ പ്രചരണം നടത്തിയപ്പോൾ വിചാരിച്ച ആൾക്കാർ പറ്റ കുറവാകും, ഇനി ആരും പോലേക്കാരും. കാരണം എന്താ പറയുക, ഈ ഇടയിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, സുന്നികളാവും ചെയ്യും. എന്നാലെങ്ങനെ ശക്തമായിട്ട് സുന്നികളാവുക. അവരൊന്നും പോവാതിരുന്ന കാലഘട്ടത്തിൽ നേരെ മാറിയിട്ട് എന്ത് ചെയ്ത് അവര് പോലും ഇപ്പൊ ഇതിന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് സദഖത്തെ യാ റസൂലല്ലാഹ്.